ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഫയൽ നീക്ക വിവരങ്ങൾ രേഖകൾ സഹിതം 24 പുറത്തുവിടുകയാണ്. റിപ്പോർട്ടിൽ സർക്കാർ നടപടിയെടുത്തില്ല. ക്രിമിനൽ ചട്ടപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്നാൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ സാധ്യതയില്ലെന്നായിരുന്നു റിപ്പോർട്ടിന്മേൽ നടപടി വൈകിപ്പിച്ചതിന് സർക്കാർ നൽകിയ വാദം. 24 എക്സ്ക്ലൂസീവ് ഷെവീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. ഷെവീദ്, കൂടുതൽ വിവരങ്ങൾ എന്താണ്? SKN 2017 സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചൂഷണങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുന്നത്. അതിനുശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത്, അതിന്മേലുള്ള സാങ്കേതിക തടസ്സം എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. പക്ഷേ അതിന്മേൽ സർക്കാർ അടയിരുന്നു. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. സർക്കാർ ആ റിപ്പോർട്ട് അട്ടിമറിച്ചു എന്നടക്കമുള്ള വലിയ ആക്ഷേപം അത് പ്രതിപക്ഷം പല ഘട്ടങ്ങളിലും ഉന്നയിച്ചതാണ്. ഒടുവിൽ നിർണായകമായ ചില രഹസ്യവിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത് തടഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു ആ റിപ്പോർട്ട് പിന്നാലെ വെളിച്ചം കണ്ടതും. ഏതായാലും ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളുടെ പക്കൽ കിട്ടിയിരിക്കുന്ന രേഖകൾ 2017 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി ഈ പഠനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ അതിന് അനുമതി കൊടുത്തതിന് ശേഷം 2020 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ നടന്ന ചില ഫയൽ കൈമാറ്റങ്ങൾ, അതല്ലെങ്കിൽ ഫയൽ കൈമാറ്റവുമായി ബന്ധപ്പെട്ട നോട്ടുകൾ, അതാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് വൈകിയതിനു ശേഷം സർക്കാരിൻ്റെ ഇക്കാര്യത്തിലെ ന്യായം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ നിയമ നടപടി ചട്ടപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതകളില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാങ്കേതികമായ തടസ്സങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ വാദം. എന്നാൽ 2020 ഫെബ്രുവരി മാസം മുഖ്യമന്ത്രിയും അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അടക്കം ഒപ്പുവെച്ച നോട്ടുകൾ, ആ നോട്ടുകളിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ പൊതുവെ ക്രിമിനൽ ശിക്ഷാ നിയമം നടപടിക്രമങ്ങളുടെ IPC, CRPC നടപടിക്രമങ്ങളുടെ ഭാഗമായി വരുന്നവയാണ്. മാത്രവുമല്ല, ഇന്ന് പറയുന്ന ഒരു ഭാഗം അത് കൃത്യമായി നമ്മളുടെ പക്കൽ ആ നോട്ടിൽ പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗം അത് സുപ്രധാനമായ മറ്റൊരു വിവരമാണ്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു വാദം സർക്കാർ ഉയർത്തി. എന്നാൽ ഈ റിപ്പോർട്ടിൽ, ഈ നോട്ടിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഈ വനിതാ കമ്മീഷനിൽ ലഭിച്ച പരാതിയുടെ തുടർ നടപടികൾക്കായി റിപ്പോർട്ടിൻ്റെ പകർപ്പ് രഹസ്യമായി സംസ്ഥാന പോലീസ് വകുപ്പ് മേധാവിക്ക് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കവും നിർദ്ദേശങ്ങളും വ്യക്തമായി പരിശോധിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ ഭരണപരവും നിയമപരവുമായ തുടർ നടപടികൾ സ്വീകരിക്കണം. അതായത് ഇതിൽ ഈ ക്രിമിനൽ ചട്ടപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഏതെങ്കിലും തരത്തിൽ തയ്യാറായിരുന്നില്ല എന്നുള്ള കാര്യം ഇത് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ വെക്കാൻ സർക്കാർ കൂടി സഹായിച്ചു, അല്ലെങ്കിൽ സർക്കാരിന് കൂടി ആഗ്രഹമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ നോട്ടുകൾ. ഇനി സുപ്രധാനമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് ഇതിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതിൽ ഈ മുൻ മന്ത്രിയുടെ അടക്കം യോഗം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2020 സെപ്റ്റംബർ മാസം റിപ്പോർട്ടിലെ തുടർ നടപടികൾക്കായി വകുപ്പ് മന്ത്രി യോഗം വിളിക്കണമെന്ന് കുറിച്ചിരുന്നു, നിർദ്ദേശിച്ചിരുന്നു. 2020 നവംബർ 4-നും 2021 ജനുവരി 9-നും യോഗം വിളിച്ചെങ്കിലും യോഗം കൂടാൻ കഴിഞ്ഞില്ലെന്നും ഈ റിപ്പോർട്ടിൽ, നമ്മളിപ്പോൾ ഈ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് സമയമുണ്ടായിരുന്നെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ യോഗം ചേരുന്നതിൽ വീഴ്ച സംഭവിച്ചു. ഷെവീദ് റാവുത്തർ, താങ്കൾ തുടരണം. ഇപ്പോൾ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. അദ്ദേഹം ടെലിഫോണിലാണുള്ളത്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഒരു രേഖാപ്രകാരം യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാതെ അടയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തമസ്കരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചെയ്യാവുന്ന എല്ലാ നടപടികളും എടുത്തു. എത്രയോ ദീർഘകാലമായി ഇതുപോലൊരു റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ വന്നിട്ട് അത് പൊടിയടിക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയാണ് ചെയ്തത്. IPCയുടെ പുതിയ നിബന്ധന അനുസരിച്ച്, പുതിയ അമെൻമെന്റ് അനുസരിച്ച് ഇതുപോലെ ഒരു കേസ് ഗവൺമെന്റിന് മുമ്പിൽ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പോലീസിന് കൊടുക്കുകയാണ്, അന്വേഷണം നടത്തുകയാണ്, നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. വ്യക്തികളുടെ കാര്യത്തിൽ പോലും ഇതാണ് സ്ഥിതി. അങ്ങനെയിരിക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും അതിദീർഘകാലം ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ റിപ്പോർട്ട്
നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും എടുത്തു എന്നുള്ളതിന് ഇതിനേക്കാൾ കൂടുതൽ ഒരു തെളിവിന്റെ ആവശ്യമേയില്ല. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ തെറ്റായ പ്രവർത്തനമാണ് നടത്തിയത്. വളരെ വളരെ തെറ്റായ ഒരു നടപടിയാണ് എടുത്തത്. കാരണം ഗവൺമെന്റ് മുമ്പിൽ എത്തിയിരിക്കുന്ന റിപ്പോർട്ടിനകത്തെ കാര്യങ്ങൾ ഏറെക്കുറെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതിനകത്തെ പല കാര്യങ്ങളും അപമാനിക്കുന്ന രൂപത്തിലുള്ളതാണ്, സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ്. അതിനൊക്കെ IPC വ്യവസ്ഥയനുസരിച്ച് 354 അനുസരിച്ച് യഥാർത്ഥത്തിൽ നടപടി എടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഉത്തരവാദിത്വമുണ്ട്. ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കിട്ടിയിരുന്നത് എങ്കിൽ വിത്തിൻ 24 hours അവർ FIR ഇട്ട് കേസെടുത്തേ മതിയാവും. ഇനി FIR എടുത്ത് കേസെടുക്കുന്നില്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി പ്രതിയാക്കിക്കൊണ്ട് ഇതിന്റെ വാദിഭാഗത്തുള്ള ആളിന് മുന്നോട്ട് പോവുകയും ചെയ്യാൻ പറ്റും. ഇതാണ് നിയമവ്യവസ്ഥ നിലനിൽക്കുന്നത്. ഈ വ്യവസ്ഥ നിലനിൽക്കുമ്പോഴാണ് വളരെ ക്രിമിനൽ ഒഫൻസ് ആണ് ഗവൺമെന്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഷവീദ് റാവുത്ത് തുടരുകയാണ്. ഷവീദ്, യഥാർത്ഥത്തിൽ ഇത് ഗവൺമെൻറ് ഇതുവരെയുള്ള അവകാശവാദം തിരിച്ചായിരുന്നല്ലോ. ഇപ്പോൾ ഈ നോട്ടുകൾ നമ്മൾ വിളിച്ചു പറയുന്നത് ഗവൺമെൻറ് ഇതിൽ നടപടി എടുത്തില്ല എന്ന് തന്നെയല്ലേ? SK ഉറപ്പായിട്ടും അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ നേരത്തെ ഈ വിവാദമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം 2017 ആരംഭിച്ച 2020 ഇക്കാര്യത്തിൽ കൃത്യമായ വിവരങ്ങളും ധാരണകളും ഒക്കെ സർക്കാരിന് മുൻപിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത്രയും വർഷം എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചെന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. പക്ഷേ നമ്മളിപ്പോൾ ഈ പുറത്തു വരുന്ന നോട്ടിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അത് ഈ സർക്കാർ നോട്ടാണ്. ആ സർക്കാർ നോട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സീലും ഒപ്പുമുണ്ട്, മുൻമന്ത്രി AK ബാലന്റെ സീലും ഒപ്പുമുണ്ട്, വകുപ്പ് സെക്രട്ടറിമാരുടെ സീലും ഒപ്പും അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ക്രിമിനൽ ചട്ടപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന കൃത്യമായ നോട്ടുണ്ടായിട്ടും സർക്കാർ ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. മാത്രവുമല്ല, പരാതികൾ ലഭിച്ചിട്ടില്ലെന്നുള്ള സർക്കാരിന്റെ വാദം അതും തള്ളുകയാണ് റിപ്പോർട്ടിൽ. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ വനിതാ കമ്മീഷന് മുൻപ് പരാതിയായി എത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് രഹസ്യമായി കൈമാറിയിരുന്നു. അക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണം, അത് നിയമപരമായും അതേപോലെ തന്നെ ഭരണപരവുമായ കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആ നോട്ടിൽ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ടും നമുക്കറിയാം SKN, ഈ വിഷയത്തിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം കഴിയുന്നതുവരെ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടായില്ല. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ യോഗം വിളിക്കണമെന്ന് ആ നോട്ടിൽ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അതിൽ യോഗം വിളിച്ചിട്ടില്ല. ആ യോഗം വിളിക്കാനുള്ള ഡേറ്റ് അത് 2 തവണ നിശ്ചയിക്കുകയും പിന്നീട് ആ ഡേറ്റിൽ യോഗം ചേർന്നില്ല എന്നും പറയുമ്പോൾ സ്വാഭാവികമായും സ്ത്രീ പ്രാധാന്യം അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് വലിയ സുരക്ഷ ഒരുക്കുന്നു എന്ന് പറയുന്ന ഒരു സർക്കാർ സംവിധാനം എവിടെയാണ് പിഴച്ചത്, എവിടെയാണ് സുരക്ഷ ഒരുക്കിയത് എന്നുള്ള ചോദ്യം അത് ഉയരുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇത്രയധികം വിവരങ്ങൾ ഉണ്ട്, സാംസ്കാരിക വകുപ്പിന് മുൻപിൽ ഒരു റിപ്പോർട്ടായി ഉണ്ട്. അത് സംസ്ഥാനത്തെ തന്നെ ഒരു വലിയ വ്യവസായ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനിഷ്യേറ്റീവ് ഉണ്ടായില്ല. സർക്കാർ അതിന് ഭരണപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ അത് മാത്രം കണ്ടു. അത് പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിൽ യോഗം ചേർന്ന് തുടർ നടപടികൾ കൈക്കൊള്ളണമെന്നുള്ള തീരുമാനം അത് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നടത്തിയില്ല, അത് അട്ടിമറിച്ചു എന്നുള്ളത് ഒന്നാമത്തെ വിവരം. രണ്ടാമത്തെ വിവരം, അതിനുശേഷം SKN നമ്മൾ ഈ പറഞ്ഞ 2020 നവംബർ 4-നും 2021 ജനുവരി 9-നും യോഗം വിളിച്ചു. പക്ഷേ ആ യോഗം കൂടിയിട്ടില്ല എന്നുള്ളത് ആ ഉത്തരവിൽ ആ നോട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് യോഗം ചേർന്നത് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം 2021 ജൂലൈ 13-നാണ്. ആ യോഗത്തിൽ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ കേസുകളിൽ നടപടിക്രമങ്ങൾ ത്വരിതഗതിയിലാക്കുന്നതിന് ലീഗൽ എയ്ഡ് ആൻഡ് കൗൺസിലിംഗ് സെൽ രൂപീകരിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ തീരുമാനവും അട്ടിമറിച്ചു എന്നീ രേഖകൾ വ്യക്തമാക്കുന്നു. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെറുതല്ലാത്ത വീഴ്ചകൾ സംഭവിച്ചു എന്ന ഈ നോട്ടുകൾ അല്ലെങ്കിൽ ഈ സർക്കാർ സംവിധാനങ്ങൾ തന്നെ പകർത്തിയ നോട്ടുകൾ, അതിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്നു, ഏതെങ്കിലും കൃത്രിമമായി ഉണ്ടാക്കിയ നോട്ടുകളാകാൻ ഒരു വഴിയുമില്ല. കാരണം ആ ഫയൽ നീക്കം സംബന്ധിച്ച് ഏതാണ്ട് 90 പേജുകളുള്ള നോട്ടുകൾ, ആ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പക്കലുള്ളത്. അതിൽ ഓരോ നോട്ടിലും കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട് ഏത് കാലത്താണ്, ഏത് മാസത്തിലാണ്, ഏത് വർഷത്തിലാണ് ഈ ഫയൽ നീക്കങ്ങൾ അതല്ലെങ്കിൽ നടന്നിട്ടുള്ളത്. കൃത്യമായി ആഭ്യന്തര വകുപ്പ്, പൊതുഭരണ വകുപ്പ്, സാംസ്കാരിക വകുപ്പ് ഇവിടങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ കാലക്രമേണ ഓരോ ഘട്ടത്തിലും കാര്യമായിട്ടുള്ള വൈകലുണ്ടായി. അത് ബോധപൂർവമുള്ള വൈകലെന്ന പ്രതിപക്ഷ ആക്ഷേപത്തിന് മൂർച്ച കൂട്ടുകയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ വാർത്തയും വിവരങ്ങളും. SKN.
താങ്ക് യു ഷബീദ് റാവുത്തർ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഷബീദ് നമ്മളുമായി പങ്കുവച്ചത്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ ചട്ടപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന നോട്ടിനെ അവഗണിച്ചാണ് സംസ്ഥാന സർക്കാർ ഇത്രകാലവും നടപടിയെടുക്കാതെ പോയത് എന്നാണ് ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന് വെളിപ്പെടുത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഫയൽ നീക്കത്തിൻ്റെ 90 പേജുള്ള വിവരങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഷബീദ് റാവുത്തർ നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ വിവാദമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.